ഒരു ഐഫോൺ യൂസാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട iOS 18-ലെ 5 പുതിയ കോൺടാക്റ്റ് ആപ്പിൻ്റെ ഫീച്ചേഴ്സ്. അതിലൊന്നാമത് മൾട്ടിപ്പിൾ കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കോൺടാക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ഈ 2 ഫിംഗേഴ്സ് 2 വിരൽ ഉപയോഗിക്കുക, ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര കോൺടാക്റ്റുകൾ വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ സെലക്ട് ചെയ്ത ഓപ്ഷൻ്റെ അവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ മൾട്ടിപ്പിൾ കോൺടാക്റ്റുകൾ, ആ സെലക്ട് ചെയ്ത എല്ലാ കോൺടാക്റ്റുകളും ഇങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് ഓരോ കോൺടാക്റ്റിനകത്ത് പോയി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിളി ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരേ നമ്പർ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകളെ നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾ കോൺടാക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് എന്നുള്ളത്. വ്യൂ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓപ്ഷനിൽ പോയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്പേഴ്സ് മെർജ് ചെയ്യാവുന്നതാണ്. 3 T9 ഡയലിംഗ്. അതായത് വർഷങ്ങളായിട്ട് നമുക്ക് ഐഫോണിൽ മിസ്സായ ഒരു ഫീച്ചറായിരുന്നു T9 ഡയലിംഗ്. നമുക്കിവിടെ ഈ ഒരു കീപാഡ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട ആളുടെ നമ്പർ അടിക്കുമ്പം ആ ഒരു കോൺടാക്റ്റ് അവിടെ വരും. അതാണ് T9 ഡയലിംഗ്. 4 സേവ് ചെയ്യാത്തൊരു നമ്പർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കോൾ ലിസ്റ്റിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ കോൾ ലിസ്റ്റ് ഓപ്ഷനിൽ പോവുക, നമ്പറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി കോൺടാക്ട് നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. 5 iOS 18 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഐഫോൺ 10s മുതലുള്ള എല്ലാ ഡിവൈസുകളിലും കോൾ റെക്കോർഡിങ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ അങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൾ ഇതുപോലെ റെക്കോർഡ് ആകുന്നതായിരിക്കും. ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഓഡിയോ സേവ് ചെയ്യുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിലാണ്. നോട്ട്സ് ആപ്പിൽ അതിൻ്റെ വോയിസ് ഫയലും ലൈവ് ട്രാൻസ്ക്രിപ്ഷനും, ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ലൈവ് ട്രാൻസ്ക്രിപ്ഷനും അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം ബോണസ് ഫീച്ചറായിട്ട് വോയിസ് മെയിൽ നമുക്കിപ്പം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതും ഈ പറഞ്ഞ പോലെ ഫോൺ ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോകുകയാണെങ്കിൽ ഈ കോൾ റെക്കോർഡിംഗ് താഴെയായിട്ട് നിങ്ങൾക്ക് വോയിസ് മെയിലിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വോയിസ് മെയിൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് വേണ്ടി വോയിസ് മെയിൽ അവർക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. അത് ഫോൺ ആപ്പിൽ വോയിസ് മെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ റെക്കോർഡിങ് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ ഒൺലി റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതോടൊപ്പം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ലെങ്ത് വീഡിയോസ് ഇടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഡിവൈസുകളെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് താങ്ക് യു സോ മച്ച്.